നെ ഗ്രഹിക്കുവാനുള്ള ശക്തിയിലേക്കുള്ള ആദ്യത്തെ പടി രൂപത്തിൽ ഒതുക്കി നിർത്തും. അവരുടെ വിശ്വാസ വ്യവസ്ഥ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രൂപമാണ്. എല്ലാത്തിലും നിറഞ്ഞ രൂപരഹിതമായ ചൈതന്യത്തെ ധ്യാനിക്കാൻ, രൂപരഹിതമായ ചൈതന്യത്തെ ദർശിക്കുവാനും ഗ്രഹിക്കാനും പറഞ്ഞ സത്യത്തെ ഒതുക്കി തീർത്തു. അത് അവരുടെ കംഫർട്ടാണ്. പക്ഷേ ആ ആത്മസ്ഥിതിക്ക് ധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള വിശേഷാൽ അവസ്ഥ അനുഭവത്തിൽ പോലും എന്താ വെച്ചാൽ രൂപമാണ് അവർക്ക് അനുഭവം കൊടുക്കുന്നത്. അവർക്ക് രൂപരഹിതമായിട്ടുള്ള ആത്മശക്തി, അവനവന്റെ ഉള്ളിലുള്ള ബ്രഹ്മപദാർത്ഥം, അവർ വിശ്വമഹാമൂല ചൈതന്യവുമായിട്ട് നമ്മളെ കൂട്ടിയിണക്കുന്ന ഈ ശ്വാസത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ആത്മശക്തിയുടെ ആത്മാനുഭവങ്ങൾ ദർശിക്കാൻ ആയിട്ടില്ല. രൂപാനുഭവങ്ങൾ അവർക്ക് ഇഷ്ടമാണത്, അവർക്ക് പ്രണയമാണത്. അത് അവരുടെ സ്ഥിതിക്ക് അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ അത് അൾട്ടിമേറ്റ് സ്ഥിതിയാണോ? അല്ല, സ്ഥിതിക്ക് അൾട്ടിമേറ്റ്. അവിടുന്ന് എത്രയോ ദൂരം വരണം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിരാകാരത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നിരാകാരം അറിഞ്ഞുകൊണ്ട് സർവം ദൈവസങ്കല്പമാവുകയാണ്. അപ്പോ സർവം ദൈവാർപ്പണമാവുകയാണ്. സർവ്വത്തിലും ദൈവത്തെ കാണുമ്പോൾ ഒരു മരം വെട്ടിമുറിക്കോ, ഒരു ജീവിയെ കൊല്ലോ, ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് തിന്നാൻ നമുക്ക് പറ്റുമോ? ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? സകലത്തും എല്ലാം സർവം കൽവിതം ബ്രഹ്മ, എല്ലാം ആ ബ്രഹ്മത്താൽ സൃഷ്ടിക്കപ്പെട്ടാണ്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ബ്രഹ്മപദാർത്ഥമാണ്, ആ ബ്രഹ്മചൈതന്യമാണ്, ആ പരമാത്മാവ് തന്നെയാണ് എന്നുള്ളത് അത് ഗ്രഹിക്കുമ്പോ പിന്നെ അവിടെ ഒന്നുമില്ല മാഷേ, അവിടെ ഒന്നുമില്ല. പരമസാക്ഷി തത്വം അത്. അപ്പോ ഈ ശൈശവാത്മസ്ഥിതി, ബാല്യാത്മസ്ഥിതി എന്നൊക്കെ പറഞ്ഞ മൂലാധാര ചക്രസ്ഥിതി എന്ന് പറയുമ്പോ ഞാൻ എന്റെ അത്രയേ ഉള്ളൂ. അവർക്ക് ഭക്തിയില്ല, ഒന്നുമില്ല. സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ സ്വാധിഷ്ഠാനാണ്. എനിക്ക് എന്റെ കുടുംബം, എന്റെ സ്വത്ത്, എന്റെ പേര്, എന്റെ പ്രശസ്തി, എനിക്ക് പദവി, എനിക്ക് എന്റെ ജോലി, അവിടെ സ്വാധിഷ്ഠാനം. അതിനുവേണ്ടി എന്തും ചെയ്യും മാഷെ. തിരിച്ചറിവില്ല, സ്വാർത്ഥത ഉണ്ട്. എന്താ വെച്ചാൽ അത് ശൈശവാത്മസ്ഥിതി എന്ന മൂലാധാര ചക്രസ്ഥിതിയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജ് അത് ബാല്യത്തിൽ എന്തറിഞ്ഞിട്ടാ നമ്മൾ ചെയ്യുന്നേ? കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം കിട്ടിയില്ലെങ്കിൽ കിടന്ന് കരയും. അതായത് നടു റോഡിന്റെ മുകളിലാണെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയാലും അവിടെ കയ്യും കാലിട്ടിട്ട് അടിച്ച് കരയുക, വാശി പിടിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് കളിക്കുക. അത് ബാല്യം. അവിടെയും തിരിച്ചറിവില്ല. പിന്നെ മണിപൂരകം വരുമ്പോ മണിയുടെ ഉള്ളില് ശബ്ദം കേൾക്കാം, പക്ഷെ ഡൊള്ളയാണത്. അതായത് എല്ലാ അറിവും ഉണ്ട്, യാതൊരുവിധ അനുഭവജ്ഞാനം ഇല്ലാതെ പാണ്ഡിത്യം മാത്രം. അവർക്ക് ദൈവം എന്നുള്ള അനുഭവം അശേഷം ഉണ്ടാവില്ല, പക്ഷെ ദൈവത്തെ കുറിച്ചിട്ട് സംസാരിക്കും. ഒരു കാര്യത്തെ കുറിച്ചിട്ടും യഥാർത്ഥ അറിവ് ഉണ്ടാവില്ല. അതെ അതെ, നമുക്കറിയാം അവരുടെ സ്പിരിച്വൽ താഴെയാണെന്ന്. ഭഗവത്ഗീത സംസാരിക്കും, എല്ലാത്തിനെ കുറിച്ചിട്ടും ഭാഗവതം വായിക്കും. അപ്പൊ അങ്ങനെ പറയാനേ നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ അത് മണിപൂരക സ്ഥിതി. എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്ന്, അതായത് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലുന്ന സ്ഥിതിയിൽ നിന്നും ദൈവം എവിടെയോ ഉണ്ട് എന്ന അംഗീകാര സ്ഥിതിയുടെ ആദ്യ സ്റ്റേജ് കണ്ടോ മാഷേ? അവിടെ സ്ഥിതികളുണ്ട്. അതായത് മണിപൂരകത്തിൽ പോലും സ്ഥിതികളുണ്ട്. അവിടെ എങ്ങനെ ഞാൻ മെയിനാവാം നോക്കണം മാഷേ. സൂക്ഷ്മത്തിലേക്ക് ദൈവം ഉണ്ട് എന്നുള്ളൊരു പേടിയുണ്ട്, എന്നാൽ ദൈവത്തെ കുറിച്ചിട്ട് പറയാനുള്ള അനുഭവജ്ഞാനം ഇല്ലേ ഇനി. പക്ഷെ ആ വിശ്വാസ വ്യവസ്ഥയില് ആ സ്ഥിതിയിലുള്ളവർക്കൊരു നായകനാവണം. മനസ്സിലായോ? എവിടെയും നായകത്വം, എവിടെയും ഐ ആം സംതിങ് സ്പെഷ്യൽ ബിറ്റ്വീൻ അതേഴ്സ്. എന്തുകൊണ്ടാണ്? എനിക്കതിനെ കുറിച്ചിട്ട് അറിയാം. അത് കേൾക്കാനുള്ള ആ സ്ഥിതിയിലേക്ക് ഉയർന്നു വരുന്നവരെ കേൾപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതിന് അനുഭവം വേണ്ട, അതിന് പാണ്ഡിത്യം മതി, അതിന് സംസാരിക്കാനുള്ള കഴിവ് മതി. അവിടെയും ഭക്തിയില്ല. ഈ അനാഹത ചക്രത്തിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ മാഷേ, ഈ മൂലാധാര ചക്രത്തിലും സ്വാധിഷ്ഠാനത്തിലും കൊന്നും കൊല വിളിച്ചും തെമ്മാടിത്തരങ്ങൾ ചെയ്തും എല്ലാവിധ ക്രൂരതകളും ചെയ്ത് ദൈവം ഉണ്ട് എന്ന്, ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവം ഇല്ല എന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്തി അവിടുന്ന് ദൈവമുണ്ട് എന്നുള്ള അവസ്ഥയില് ദൈവം എവിടെയുണ്ട്? അമ്പലത്തിൽ പോണു, പക്ഷെ നാമം ചൊല്ലുന്നു, ആ നാവ് കൊണ്ട് നുണ പറയുന്നു, മന്ത്രം ജപിക്കുന്നു, ആ നാവ് കൊണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് തിന്നുന്നു. അതായത് ദൈവീകമായിട്ടുള്ള ഒരു തിരിച്ചറിവില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലും കഷ്ടങ്ങൾ വരും. അതായത് ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്തൊന്ന് പോവാം, ഒരു പൂജ ചെയ്യാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവാം, അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള ഭാവനയാണ്. പക്ഷെ ദൈവം ആരെയും രക്ഷിക്കുന്നില്ല, നിന്റെ പ്രവൃത്തിയാണ് നിന്നെ രക്ഷിക്കുന്നത്.
ധർമ്മോ രക്ഷതി രക്ഷിത എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏതു ധർമ്മത്തെയാണോ നീ രക്ഷിക്കുന്നത് അതേ ധർമ്മത്താൽ നീ രക്ഷിക്കപ്പെടുന്നതാ. ഞാൻ എന്നുള്ളത് ദൈവം പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞത് മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാ, അറിവില്ലാത്ത മനുഷ്യനാണ് ഞാൻ എന്ന് പറയാ. ദൈവം ഒരിക്കലും ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടില്ല. ജീവഹിംസ മഹാപാപമാണ് ഭൂമണ്ഡലത്തില്. ഈ 3D തേർഡ് ഡയമെൻഷനിൽ ജീവഹിംസ മഹാപാപം, അത് നീ ചെയ്യരുത്. അഹിംസ പരമോ ധർമ്മ, പരമപ്രധാനമായിട്ടുള്ള ധർമ്മം അഹിംസ, ഹിംസ ചെയ്യാതിരിക്കുക, അതിൽ ധർമ്മമുണ്ട്. അഹിംസ എന്ന പരമപ്രധാനമായിട്ടുള്ള ധർമ്മത്തെ നീ രക്ഷിച്ചാൽ അതേ ധർമ്മത്താൽ, ധർമ്മോ രക്ഷതി രക്ഷിത, അതേ ധർമ്മത്താൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കും. സൂക്ഷ്മം മാഷേ, അവിടെ ദൈവമില്ല, ആരാധനയൊന്നുമില്ല. ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിച്ചിരിക്കും. സൂക്ഷ്മത്തിലാണ് മോക്ഷം. അത്രയും ഈസിയാണ് ഭൂമിയിൽ ജീവിക്കുക, ധർമ്മത്തെ കാത്ത് രക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോ ആ ത്രികരണ ശുദ്ധിയോടുകൂടി സത്യവാക്ക് പരിപാലന, ധർമ്മോ രക്ഷതി രക്ഷിത, അഹിംസ പരമോ ധർമ്മ, ഈ ഒരു പവിത്രമായ തിരിച്ചറിവോടുകൂടി നിനക്ക് ജീവിക്കുമ്പോ 10 രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും മാഷേ. തിരിച്ചറിവില്ലാത്തവന് 10 കോടി കിട്ടിയാലും സംതൃപ്തിയേ ഉണ്ടാവില്ല. ഇങ്ങനെ ഇതിനെ വർദ്ധിപ്പിക്കണം, ഇനിയും പോരാ 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 എന്നുള്ളതില് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മത്തിന് കൂട്ടു നിൽക്കുക, അധർമ്മം ചെയ്യുക, അധർമ്മം ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ ആഡ് കർമ്മയായി, ബാഡ് കർമാസ് കുറെ ആഡായി. ഇതൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയാ അനാഹത ചക്രത്തില് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യൻ അരെ എന്ത് നല്ല വ്യക്തിയാ, പാവമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ പാപം ചെയ്തിട്ട് ഈ വ്യക്തിക്ക് നല്ലതും ചെയ്യില്ല ചീത്തയും ചെയ്യില്ല. ഒരു വായയിൽ വിരലിട്ടാ പോലും കടിക്കാത്ത ഒരു മനുഷ്യൻ അങ്ങനെ കഷ്ടം വന്നോ നോക്ക്. നല്ലൊരാൾക്ക് ഇത്രയും കഷ്ടം വന്നു എന്ന് നമ്മൾ പറയും. എന്നുവെച്ചാൽ ആ വ്യക്തി സൂക്ഷ്മഭാരം കൊണ്ടേ, അതായത് ഇനി നല്ലത് ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല, ചെയ്തു കൂട്ടിയ കർമ്മപാപങ്ങളെ അനുഭവിക്കാനായിട്ട് സൂക്ഷ്മഭാരം കൊണ്ട് അടക്കം ഒതുക്കൊണ്ടാവും വരില്ലേ. ബാഹ്യഭൗതികം മാത്രമാഷേ. ഇങ്ങനെയുള്ളവരോട് അടുത്തു കഴിഞ്ഞാൽ ജന്മസംസ്കാരം പുറത്തേക്ക് വരികയും ചെയ്യും. അതൊരു ചതുപ്പ മാഷേ. അനാഹത ചക്രസ്ഥിതി എന്ന് പറയുന്നത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് വെല്ലുവിളിച്ച് ഞാനിത് ചെയ്താവട്ടെ, വെല്ലുവിളിച്ച് ഞാനത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാൽ ഞാനത് ചെയ്യും, ഞാൻ അവനെ കൊന്നിരിക്കും, അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഇത് ചെയ്താൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ അതിനെന്താ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ആവട്ടെ എന്നാലും ഞാൻ മാറില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ശബ്ദിക്കാത്ത അവസ്ഥ അനാഹത മാഷേ. ഒന്നിനും പ്രതികരിക്കില്ല മാഷേ. ഇവര് ചെയ്തു കൂട്ടിയ കർമ്മഭാണ്ഡങ്ങളുടെ ഭാരം കൊണ്ട് ഇവരാർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല മാഷേ. എന്ന് കരുതി അവർ സമ്പൂർണ്ണ നല്ലവരാണോ വെച്ചാൽ അല്ല. സ്റ്റാർട്ടിങ് ആണ്. ഇവർ അനാഹത ചക്രസ്ഥിതിയില് ഇവര് ബെയർ ചെയ്ത് ഒരാൾക്കും തിന്മ ചെയ്യാൻ പോവില്ല, ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യില്ല മാഷേ. അതായത് ഭൂമിയില് ഇങ്ങനെ അവനവൻ കൊണ്ടുവന്ന കടങ്ങളുടെ ഭാരം ഇറക്കി വെക്കാൻ പറ്റാതെ ഇങ്ങനെ ജീവിക്കും, ഒതുങ്ങി ജീവിക്കും, ഭാരം കൊണ്ട്. ഭാരം അതാണ് അവിടെയാണ് ഗ്രഹിച്ചു തുടങ്ങുവര്. അതായത് ഈ അനുഭവിച്ച് ഭാരരഹിതമാകും. ഭാരരഹിതമായിട്ടാണ് പിന്നെ ഈ ഒരു സ്ഥിതിയിൽ തന്നെ, ശൈശവസ്ഥിതിയാണ് ഇപ്പൊ പറഞ്ഞത്, ഈ ചക്രസ്ഥിതിയിൽ, അനാഹത ചക്രസ്ഥിതിയില്. അതായത് പാവം തോന്നുക, ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്കൊരു കഷ്ടം വന്നാൽ എല്ലാവരും കരയും. പക്ഷെ അവർ കൊണ്ടുവന്നതാണ്, അത് കൊടുത്തതാണ്, അത് അവരുടെ സഞ്ചിത കർമ്മമാണ്, പ്രാരാബ്ധം അനുഭവിക്കണം, ഒന്നും വിചക്ഷണം ഉണ്ടാവില്ല. എല്ലാവരും അവരെ സപ്പോർട്ട്, അവരെങ്ങാനും സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും, അവരെ ദത്തെടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചതുപ്പിൽ പെട്ട പോലെ. പക്ഷേ നമ്മൾ ആ കർമ്മം ഏറ്റെടുക്കുക. എന്താ വെച്ചാൽ അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് അതിനെ നമ്മൾ കൊടുത്തത് ഒന്നും തികയില്ല മാഷേ. അത് വലിയ എന്താ പറയാ, വലിയൊരു വീപ്പയാ. അതിൽ നമ്മൾ എന്ത് ചെയ്താലും തികയില്ല, സംതൃപ്തി ഉണ്ടാവില്ല. അവരെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല മാഷേ. രക്ഷിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ താഴ്ന്ന് മുങ്ങിച്ചാവും. ഇതൊക്കെ വലിയ പരമസത്യങ്ങളാ മാഷേ. സാധനയിലൂടെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് ഇവരെ അനുഭവിച്ച് ഇവര് സത്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും മാഷേ. കഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും, എന്നാൽ ഇവര് സത്കർമ്മങ്ങൾ ചെയ്യും. ദുരിതം അനുഭവിക്കുന്നുണ്ടാവും, എന്നാലും ഇവർ ദാനധർമ്മങ്ങൾ ചെയ്യും. ഇവർക്കേ ഉണ്ടാവില്ല, എന്നാൽ ഇവർ പരമകാരങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തു തുടങ്ങി പാപകർമ്മങ്ങളുടെ ബാലൻസ് ഷീറ്റ്, പുണ്യപ്രവൃത്തികൾ ചെയ്ത് ബാലൻസ് ഷീറ്റ് കുറച്ച് ക്ലിയർ ആവുമ്പോൾ അപ്പോഴാണ് ആ വിശുദ്ധ ചക്രത്തിൽ നമ്മൾ ജന്മം എടുക്കുന്നത്. വിശേഷാൽ ശുദ്ധി, വിശേഷമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ ഇവിടെയാണ്. ഈ ഭക്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മാഷെ. ഭക്തിയും എല്ലാ പ്രഹസനങ്ങളും അസ്തമിക്കും. എല്ലാ പ്രഹസനങ്ങളും അസ്തമിച്ചിട്ടാണ് വിശുദ്ധത്തിൽ ജന്മം എടുക്കുള്ളൂ.
വിശുദ്ധത്തിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാധന നിൽക്കും മാഷെ. ആരാധന ചെയ്യില്ല അവര് വിശുദ്ധത്തിൽ. യെസ്. പിന്നെന്താ അറിയോ, അതായത് ദൈവങ്ങളെ വിശ്വാസമില്ലായ്മയല്ല, പക്ഷെ സാധന സ്പെഷ്യൽ എനിക്ക് പ്രത്യേകിച്ച് റൂട്ട് വേണം. ഇവര് ഗുരുക്കന്മാരെ തെരഞ്ഞെടുക്കും മാഷെ. അതായത് ആ ഒരു വിഗ്രഹാരാധനയിൽ നിന്ന് നിരാകാരത്തിലേക്ക് പോകുന്നതിന് പകരം ഇവിടെയും ശൈശവസ്ഥിതി ഉണ്ട് മാഷെ. വിശുദ്ധ ചക്രത്തിലും ഉണ്ട് സെയിം ശൈശവസ്ഥിതി. ഇവരെന്ത് ചെയ്യും, ആ ഒരു നിരാകാരത്തിലേക്ക് പോകാൻ മാർഗത്തെ പിടിക്കാതെ ഗുരുവിനെ പൂജിച്ചുകൊണ്ടിരിക്കും. ഗുരു ഏതിന്റെ മുകളിൽ ഗുരി ഉണ്ടായിട്ടാണ് ഗുരു അത് സാധിച്ചത് എന്നുള്ളത് വിടും. പറഞ്ഞു കൊടുത്ത സത്യങ്ങളെ അംഗീകരിക്കാതെ ഗുരുവിനെ പൂജിച്ചുകൊണ്ടിരിക്കും മാഷെ. ഗുരുവിനെ മുറുക്കെ പിടിക്കും. ഗുരു ഒരു ഗുരുവിൽ തന്നെ സ്റ്റക്ക് ആവുന്നതാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അങ്ങനെ ആവരുതെന്നാണ് എന്റെ ഗുരു പറയുന്നത്. ഞാൻ നിനക്ക് ഒരു ഇഗ്നീഷൻ സ്വിച്ച് മാത്രമാണ്, നിന്റെ ഉള്ളിലാണ് ഗുരു. അത് പിന്നെ ഒരു 1000 പൊട്ടൻഷ്യൽ ആണെന്നാ പറയും. അത് ട്രിഗർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. പക്ഷെ അങ്ങനെ പറയുന്ന ഗുരുക്കന്മാര് കിട്ടിയില്ലെങ്കിലോ? അതാണ് ബാധഗുരു. ഞാൻ അവിടെ ഞാനുണ്ട്, വീണ്ടും ഞാൻ പ്രവേശിക്കും മാഷെ. അവിടെ അതെ വിശുദ്ധത്തിലും വിശേഷാൽ ശുദ്ധി സംഭവിക്കാൻ പെട്ടെന്ന് സംഭവിക്കില്ല. അത് വ്യക്തികളിലൂടെ നമ്മൾ പരിമിതമാവും. വിശേഷാൽ ശുദ്ധി സംഭവിക്കേണ്ട സമയത്ത് പോലും നമ്മൾ പരിമിതികൾക്കുള്ളില് ഗുരു എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഗുരുവിനെ വിട്ടു പോയാൽ നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഗുരുവിന് ദേഷ്യം വരുമോ, ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഗുരു പറഞ്ഞതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശക്തി അശേഷമില്ലാതെ നമ്മൾ ജീവിക്കും മാഷെ. ഗുരുവിനെ ആശ്രയിച്ച് ഗുരുവാണ് ഗുരു പോലും അങ്ങനത്തെ ഈ സ്ഥിതിക്ക് ഉള്ള ഗുരുക്കന്മാരുണ്ട്. അതായത് ഞാനാണ്, എന്നിലൂടെയാണ് എന്നുള്ളതും ഉണ്ട്. അവിടെയുണ്ട് ഒരുപാട്. അവിടെ നിന്നൊക്കെ അനുഭവങ്ങൾ പഠിച്ച് വിശേഷാൽ ആത്മാഭിവൃദ്ധി എന്നുള്ളത് ആ ചക്രത്തിൽ വരുമ്പോഴാണ് ശരിയായ ഗുരുവിനെ ലഭിക്കും. ഇപ്പൊ മാഷി പറഞ്ഞ പോലെ ഒരിടത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്, വീണ്ടും അതായത് സ്റ്റക്കായി പോകരുത്. അതായത് നിനക്ക് വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം, എല്ലാവരിൽ നിന്നും അത് കിട്ടണം. ഏതാണ് നിന്റെ ആത്മസ്ഥിതിക്ക് കണക്ട് ആയെങ്കിൽ അവിടെ ആ വിശേഷാൽ പരിവർത്തനം സംഭവിക്കും. അതുവരെ നീ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അതായത് അസംതൃപ്തി എന്നുള്ളത് എപ്പോഴും ആത്മാവിന് അസംതൃപ്തി ഉണ്ട് മാഷെ. ഭൗതിക അസംതൃപ്തി വരരുത്. അതായത് ഗുരുവിനോടുള്ള അറ്റാച്ച്മെന്റ് വ്യക്തി അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. വ്യക്തി അറ്റാച്ച്മെന്റില് അവിടെ പോയി കഴിഞ്ഞാൽ വ്യക്തി അറ്റാച്ച്മെന്റ് എന്നുള്ളതിൽ നിന്നും ശക്തിയിലേക്ക് സാങ്കത്യം ചുരുക്കണം. അപ്പോഴാണ് വികാസം വിസ്ഫോടനം സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടാനും ഒരുപാട് സമയം പിടിക്കും. അതായത് നമ്മൾ ഈ സാധനയിൽ സത്യസന്ധമായിട്ടുള്ള സാധന, സത്പ്രവർത്തന, സദ്ഭാവന, ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് ആചരണാത്മക ജീവിത വിധിവിധാനത്തിൽ അതിന്റെ ദിവ്യത്വത്തിന്റെ അളവ് കൂടുന്തോറും അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ലഭിക്കും. അല്ലെങ്കിൽ ബാധഗുരുക്കന്മാരെ ലഭിക്കുള്ളൂ. ബോധിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ലഭിക്കില്ല മാഷെ. നമ്മുടെ സ്ഥിതിക്കനുസരിച്ച് നമുക്ക് ഗുരുക്കന്മാരെ ലഭിക്കുക. എന്നുവെച്ചാൽ നമ്മളെ പഠിപ്പിക്കണം ഏത് സ്ഥിതിയിലാണ് നമ്മൾ സ്റ്റക്ക് ആയിട്ടുള്ളത്, ഏത് സ്ഥിതിയിലാണ് നമ്മൾ ബ്ലോക്ക് ഉള്ളെങ്കിൽ അതിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള അതേപോലെയുള്ള ആൾക്കാരെ നമുക്കിത് കിട്ടുള്ളൂ. അങ്ങനെ ആ സ്ഥിതിയിൽ നമ്മൾ വിശേഷാൽ ശുദ്ധി അനുഭവങ്ങളിലൂടെ സംഭവിച്ചിട്ടാണ് ഈ ഒരു വിശുദ്ധ ചക്രത്തിൽ നമ്മൾ പരിപക്വമാവുക. അവിടെ നമുക്ക് ഗുരു ഉണ്ടാവില്ല മാഷെ, ഗുരി മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധ ഏതിന്റെ മുകളില്? സത്യത്തിന്റെ മുകളില്, ധർമ്മത്തെ രക്ഷിക്കേണ്ടതിന്റെ മുകളില്, അഹിംസയെ ആചരിക്കേണ്ടതിന്റെ മുകളില് എല്ലാം. അതായത് 24 hours നോട്ടീസ് ചെയ്യപ്പെടുന്നു. ഞാൻ എന്റെ ജന്മരാഹിത്യത്തിന് വേണ്ടിയാണ് എന്റെ ഓരോ പ്രവർത്തനവും. എന്റെ ജന്മരാഹിത്യം ഈ ഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കർമ്മചക്രം ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. ഈശ്വര, ഞാൻ എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും അത് എന്റെ അക്കൗണ്ടിലേക്കാണ്, അതെന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് തടസ്സമാണ്, അല്ലെങ്കിൽ അതെന്നെ സരളമാക്കുന്നു എന്നുള്ള നിരന്തര അവയർനെസ് വരും മാഷെ. അവിടെ ഞാനില്ല, എന്നിലൂടെ ഉള്ളൂ. അതായത് ഈ പണി ഇതെന്റെയാണ്, ഇതെനിക്ക് ലഭിച്ചത് എന്റെ ജന്മരാഹിത്യത്തിന് വേണ്ടി. ഇവിടെ ഒന്നും ഒളിപ്പിച്ച് വെക്കലില്ല പക്ഷെ എല്ലാം പകർന്നു കൊടുക്കുക. ഭാരരാഹിത്യത്തിലൂടെ ദുഃഖരാഹിത്യം, ദുഃഖരാഹിത്യത്തിലൂടെ ജന്മരാഹിത്യം. ഏത് ഭാരരാഹിത്യം? അറിവുകൾ പോലും ഭാരമാണ്. അറിവുകൾ പകർന്ന് പാത്രം കാലിയാക്കിക്കൊണ്ടേയിരിക്കുക. അവിടെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആവും മാഷെ. നമ്മളിൽ സത്യസന്ധത വർദ്ധിക്കുമ്പോ നമ്മൾ ആരെയും തിരഞ്ഞെടുക്കില്ല, നമ്മളെ സൃഷ്ടി തിരഞ്ഞെടുക്കും മാഷെ. പ്രകൃതി തിരഞ്ഞെടുക്കും. വിശ്വകല്യാണത്തിന് നമ്മളെ പാത്രധാരികളാക്കും. സൂത്രധാരികൾ ഡിവൈൻ കോൺഷ്യസ്നസ് ഉണ്ടാവും, പക്ഷെ നമ്മളെ പാത്രധാരികളാക്കും. നമ്മിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മാഷെ. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും മായ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ ഈ മായ പ്രവേശിക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊന്നും അത്ര അടി കിട്ടില്ല, നമുക്കൊരു 1.5 അടി കിട്ടും. മായയിൽ പെടുമ്പോ നമ്മളെ അലർട്ടാക്കിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ നഷ്ടപ്പെട്ടുകൂടാ പ്രകൃതിക്ക്.
നമ്മളെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മായയിൽ പെടുമ്പോ നല്ല അടി കിട്ടും അല്ലെ? ഒന്നൊന്നര അടി. ഏറ്റവും വലിയൊരു ചീത്തപ്പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ വലിയ പണം തട്ടി എന്നുള്ളൊരു പേരോ അല്ലെങ്കിൽ അങ്ങനെ വേറെ വല്ല അപകടങ്ങളോ അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളോ അങ്ങനെ എന്താ വെച്ചാല് നമ്മള് വഴിതെറ്റിയ ഒരുപാട് പേര് വഴിതെറ്റും. അപ്പൊ നമ്മൾക്ക് അടി മുഴുവൻ നമ്മക്കാ. അത് വളരെ അലർട്ടായി നമ്മളോട് അത്രയും പ്രണയമാണ് പ്രപഞ്ച സൃഷ്ടാവര്, നമ്മളോട് അത്രയും ഇഷ്ടമാണ്, ആരാധനയാണ്. നമ്മൾ ഡ്യൂട്ടി ചെയ്യല്ല, നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരാധിക്കുന്ന ശക്തികൾ നമ്മളെ തിരിച്ചാരാധിക്കുന്നത് സൂക്ഷ്മ സത്യം. നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവര് നമ്മുടെ കാലിന്റെ അവിടെ ഇരുന്ന് കണ്ണീര് കൊണ്ട് നമ്മുടെ കാല് കഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദിവ്യമായിട്ടുള്ള മാർഗത്തിൽ എന്തൊരു ടാസ്കാ, എന്തൊരു ചാലഞ്ചസ് നേരിട്ടിട്ടാ സത്യം പ്രചരിപ്പിക്കുന്നേ, അറിവുകളെ പറഞ്ഞു കൊടുക്കുന്നേ. നീ തന്നെ വഴി തെറ്റിക്കഴിഞ്ഞാ ഇത്രയും പേരെ വഴി നേരാക്കാൻ ഇനി ആര് വരും? പക്ഷെ അത്രയും ഏറ്റവും കൂടുതൽ ഏതുള്ളത് 99% ഓഫ് അറിവില്ലായ്മ ഉണ്ട്. അതിൽ കുറച്ച് അറിവ് വരുമ്പോ നീ തന്നെ വഴിതെറ്റി ഇനി എങ്ങനെ സമയം പിടിക്കില്ലേ? അതുകൊണ്ട് ഏറ്റവും നല്ല അടിയാ കിട്ടുക മാഷെ. ആ അടി കിട്ടുമ്പോ നമ്മൾ അലർട്ടാവണം. അത് പിന്നെ ജന്മാന്തരത്തിനുള്ള അലർട്ടായിരിക്കണം മാഷെ. ഇതൊക്കെ വലിയൊരു സൂക്ഷ്മമായിട്ടുള്ള കളിയാണ്. മാഷക്ക് മനസ്സിലാവുണ്ടാവും. സാധാരണക്കാർക്ക് പറഞ്ഞാൽ ഈ അടി എന്തിട്ട് അടി അതൊന്നും മനസ്സിലാവില്ല അവർക്ക്. നമുക്ക് വരുന്ന പരീക്ഷണങ്ങള് അതെ അതെ അങ്ങനെ പല പരീക്ഷണങ്ങളും നമുക്ക് ഒരു ഇതുപോലെ ഒരു സ്റ്റെപ്പ് നമുക്ക് താഴ്ന്നു പോകാൻ പറ്റത്തില്ല. നമ്മളെ അത് റിമൈൻഡ് ചെയ്യിപ്പിക്കും. അതെ 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 കിട്ടും. യെസ്, അത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വയം തിരുത്താൻ നമുക്ക് പറ്റണം ഓരോ അനുഭവങ്ങളും. പിന്നെ നമ്മള് ഇപ്പോ VMC എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് അല്ല, ഒരു സൊസൈറ്റി അല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെ പോകണം മാഷെ. എന്താ വെച്ചാൽ നമ്മള് ഗുരു മാത്രമേ പാടൂ, നമ്മൾ ഗുരുക്കന്മാരാവരുത്. എന്താ വെച്ചാൽ നമ്മളുടെ ഓറയിലേക്ക് പ്രവേശിക്കാൻ എല്ലാ ഓറയും റെഡിയാണ്. നമ്മളുടെ ഓറയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മണി ഉണ്ടാവും, നെയിം, ഫെയിം എല്ലാം ഉണ്ടാവും. നമ്മളിൽ ആ ഒരു ദിവ്യമായിട്ടുള്ള ആകർഷണം ഉണ്ടാവും. അതേപോലത്തെ അതാണ് ഒരു ഗുരുവിന്റെ ചുറ്റും കൂടിയവരെല്ലാം സ്പിരിച്വൽ പേഴ്സൺസ് ആണോ? അല്ല, ഹൈ ബിസിനസ്മാൻസ് ആണ് ഒരു ഗുരുവിന്റെ ചുറ്റും കൂടുന്നത്. ബിസിനസ്മാൻസ് ആണ്. എന്റെ കുടുംബം രക്ഷപ്പെടുമോ, എന്റെ വ്യാപാരം രക്ഷപ്പെടുമോ, അതിൽ 100 ഇരട്ടി എനിക്ക് സമ്പാദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗുരുവിന്റെ. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞത് ഏറ്റവും വലിയ വിഷജന്തുക്കള് ഗുരുവിന്റെ ചുറ്റും ഉണ്ടാവുന്നു. വലിയ ദിവ്യാത്മ സ്വരൂപരുടെ ചുറ്റും നമ്മൾ വിചാരിക്കും, അരെ ഇത്രയും ദുഷ്ടനായ ആൾ എന്താ അവിടെ ഗുരുവിന്റെ അടുത്ത്, ഗുരുവിന് എന്തതൊന്നും അറിയില്ലെന്ന്. ഗുരുവിനെ അറിയാവുന്നതുകൊണ്ടാണ് ഗുരുവിന്റെ ഓറയിൽ നിർത്തും. എന്തുകൊണ്ട് ഇവനെ സമൂഹത്തിലേക്ക് വിട്ടുകഴിഞ്ഞാല് ഗുരുവിനെയും പൊല്യൂട്ട് ചെയ്യും, ഗുരു പറഞ്ഞ സത്യങ്ങളെയും പൊല്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ഗുരുക്കന്മാർ ഇവരെ സഹിക്കും. ഗുരുക്കന്മാരുടെ ഏത് കാലഘട്ടത്തിലും എനർജി നശിപ്പിച്ചത് ഗുരുവിന്റെ ചുറ്റും കൂടിയ ഈ കമേഴ്ഷ്യൽ മൈൻഡ് സെറ്റുള്ള ബിസിനസ്മാൻമാരാ. ആധ്യാത്മികതയെ വിറ്റിട്ട് ജീവിക്കാവുന്ന ഏതൊരു ഗുരുവിന്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും മാഷെ. ഏതൊരു ഗുരുവിനെയും നശിപ്പിച്ചു കളഞ്ഞത്, കൊന്നു കളഞ്ഞത്, ഒന്നുമല്ലാതാക്കി തീർത്തത് ഇവരാ. അതുകൊണ്ട് ഈ വിഷജീവികളെ ഇവരുടെ ഓറയിൽ നിർത്തുക, അത്ര ഇവരെ സംതൃപ്തിപ്പെടുത്തി. അവര് തന്നെയാണ് ഈ മീഡിയേറ്റേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതൊരു ഗുരുവിന്റെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത്. ഏത് കാലഘട്ടത്തിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്രചരിപ്പിക്കാൻ എന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലും. ഞാൻ ഈ ജന്മത്തിൽ മനസ്സിലാക്കിയ ഒരു കുഞ്ഞു സത്യം എന്താണെന്നറിയാം പക്ഷേ, എല്ലാവരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, അതുകൊണ്ട് നമ്മളെ കൊണ്ട് അവസാന ശ്വാസം വരെ സിംഗിൾ ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ. ഒരിക്കലും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ട്രസ്റ്റ് അതൊന്നും ഒരിക്കലും വരരുത്. എന്താ വെച്ചാൽ അവിടെ ഒരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അങ്ങനെ ഒരുപാട് പേര് വന്നാൽ ഞാൻ പ്രവേശിക്കും അവിടെ. പിന്നെ അവരുടെ പൂർവ്വജന്മ സംസ്കാരങ്ങള് ഏതിനാണോ അതിന് ഈ എനർജി കൂട്ടിച്ചേരും. സ്പിരിച്വൽ ഓറ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓടി വന്ന് കയറാൻ പറ്റുന്നതാ. അവിടെ അവര് ഈ ഒരു കമേഴ്ഷ്യൽ ഓറയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെല്ലാം വിനാശകരമായിട്ട് ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ളത്
എന്താ വെച്ചാൽ ഒരിക്കലും അതെ നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മളുടെ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒന്നും തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. അതിന് 10 ആൾക്കാർ വേണ്ട, കേൾക്കുന്നവര് കേൾക്കും. അതായത് അതിനായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സംസ്ഥ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഒന്നും ഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്നത്തെ വരെ. ഇനിയിപ്പോ നാളെ എന്താവും ഒന്നും അറിയില്ല പക്ഷെ അത് ഇതുവരെ പിടിച്ചു നിൽക്കുക. ഒരുപാട് പേര് അതിന് പ്രയത്നം ചെയ്തപ്പോഴും അരുതേ, ഒരിക്കലും അരുത്. എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ട്രസ്റ്റും ഇല്ലാതെ തന്നെ ഒരുപാട് നമ്മൾ നേരിട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്താ വെച്ചാൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നവര് വരുമ്പോ ഉള്ള വിനയം, വരുമ്പോ ഉള്ള ഭക്തി, അല്ലെങ്കിൽ വരുമ്പോഴുള്ള ഒരു ഇതൊന്നും അല്ല. അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നില് യഥാർത്ഥ ആ മുഖംമൂടിയുടെ പിന്നിൽ യഥാർത്ഥ മുഖങ്ങളുണ്ട് മാഷെ. അതൊക്കെ സമയസന്ദർഭാനുസാരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള കാരണം അവസാന ശ്വാസം വരെ നമുക്ക് അറിവുകൾ ഒന്നും ഒളിപ്പിച്ച് വെക്കാതെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. ആര് വിളിച്ചാലും പോവാ. അവിടെ ഒരുപാട് വലിയ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ വലിയ ഓഡിറ്റോറിയങ്ങളോ ബുക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ആരെങ്കിലും വെറുതെ ആയിട്ട് തന്നോ, ശരി, അവിടെ അമ്പലത്തിലാണോ, ഓക്കെ. അല്ലെങ്കിൽ വല്ല യോഗങ്ങൾ നമ്മളുടെ ഈ ജാതിയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് 2000-3000 കിട്ടിയാൽ അത് മതി. അതായത് അതിനുവേണ്ടി ഒരു പിരിവുകൾ നടത്തരുത്, അതിനുവേണ്ടി ഒന്നും ചെയ്യരുത്. ഭക്ഷണം അത് 10 തരം വേണ്ട. അതായത് വിശക്കുന്നതിനാണ് ഭക്ഷണം. അത് ചിലവർ ഒരുപാട് ആർഭാടമായിട്ട് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിശപ്പിന് ഭക്ഷണം കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്യാം, അത് തുറന്നു പറയണം. അതിനായിട്ട് യാതൊരുവിധ ടെൻഷനും നിങ്ങൾ അടിക്കരുത്. സത്യം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടിയത്, ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക, ഭാരരഹിതമായിക്കൊണ്ടേയിരിക്കുക. അതെന്റെ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുക. എനിക്ക് പരമഗുരു പത്രിജിയിൽ നിന്ന് കിട്ടിയത്, യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയത് എല്ലാം പലിശ സഹിതം തിരിച്ചു കൊടുത്ത് ഭാരരഹിതമാവാം മാഷേ. അത് ഞാൻ മനസ്സിലാക്കിയത്. ആശ്രമങ്ങളൊന്നും കെട്ടരുത്. ആശ്രമങ്ങളൊക്കെ ആശ്രയം കൊടുത്തപ്പോഴാണ് പൊല്യൂട്ടായത് മാഷേ. നീ നിന്നെ ആശ്രയിക്ക്, നിന്റെ ആത്മശക്തിയെ ആശ്രയിക്ക്, സത്യത്തെ ആശ്രയിക്ക്, ധർമ്മത്തിൽ ജീവിക്ക്, അഹിംസയിൽ ജീവിക്ക്, ഈ ഒരു പ്രപഞ്ച ശക്തിയിൽ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സത്യത്തെ ഇതാണ് ഞാൻ ആചരിച്ചെന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണത്താക്കോൽ കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ ഓരോ ആശ്രമങ്ങളും പൊല്യൂട്ടാവില്ല. ആരുടെയും സ്വത്തുക്കള് നമ്മളുടെ അടുത്ത് കൊണ്ട് കൊട്ടാൻ നമ്മൾ അനുവദിക്കരുത് മാഷേ. നമ്മൾ യഥാർത്ഥ സമ്പത്തുമായിട്ട് ഇവിടുന്ന് പോകണം, ഭാരരഹിതമായിട്ട്. ജ്ഞാനമെല്ലാം ഭാരരാഹിത്യത്തിനും ജന്മരാഹിത്യത്തിനും വേണ്ടി സദ്വിനിയോഗം ചെയ്യുക, അതാണ് യഥാർത്ഥ സമ്പത്ത്. ഈ ഒരു കുഞ്ഞു തിരിച്ചറിവോട് കൂടി എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു കുഞ്ഞു തിരിച്ചറിവിൽ ഞാൻ ഹാപ്പിയാണ് മാഷേ. ഇത്രേ അറിയൂ. ഇതുകൊണ്ട് ആചരിക്കുക. എല്ലാം കാണുന്നു, എല്ലാം ദൈവകാര്യമാണ്. എല്ലാം കാണുന്നു, അറിയുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിനെ പറ്റിക്കാം, എൻ്റെ മക്കളെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ആ ദൈവത്വത്തെ എനിക്ക് പറ്റിക്കാൻ പറ്റില്ല. ഞാൻ പറ്റിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസും ഫേസ് ചെയ്യേണ്ടത് ഞാൻ മാത്രമാണ്. അതെനിക്ക് ഇനിയൊരു ജന്മം എടുക്കാൻ എൻ്റെ ടൈം വേസ്റ്റ്. എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞു. ഞാൻ ഈ മരിച്ചു പോയാൽ പോലും സീമ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നുള്ളത്, അങ്ങനെ ആ ഒരു നന്മ ജീവിച്ചാൽ മതി. ഇവിടെ നന്മ ഞാനല്ലല്ലോ ജീവിക്കുന്നത്, എന്നിലൂടെ ചെയ്യപ്പെട്ട കാര്യങ്ങൾ അത് മാത്രം ഇവിടെ ജീവിക്കുമ്പോഴാണ് ഭൂമിയുടെ കടം വീട്ടാൻ പറ്റും മാഷേ. ഭൂമിയുടെ കടം വീട്ടിയിട്ട് പോണെങ്കിൽ നല്ലത് ചെയ്യാം, മാക്സിമം നല്ലത് ചെയ്യുക, ധർമ്മത്തിൽ ജീവിക്കുക, സത്യം പറയുക, അഹിംസയിൽ ജീവിച്ചിട്ട് നമ്മൾ ഭൂമാതാവിന്റെ കടം വീട്ടിട്ട് ഞാൻ ഈ ഭൂമിയിൽ വന്ന് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, എല്ലാം മാറ്റി ഞാൻ ശുദ്ധിയാക്കി ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ അമ്മേ, ഞാൻ ഇനി വരുന്നില്ല എന്ന് പറയാ. അത്ര തന്നെ ഉള്ളു മാഷേ. ഇത് ഏത് സംസ്കൃതത്തിൽ പറഞ്ഞാലും വേദങ്ങളിൽ ഉപനിഷത്തിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ ദിവ്യസാര ഇതാ, സൂക്ഷ്മം, ഇത്രേ ഉള്ളൂ. അത് മനസ്സിലായി സാധനയിലൂടെ, അത്രയും അറിയൂ. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും അലറി വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അതാണ് VMCയുടെ പണി. ഓക്കെ സീമാണി, താങ്ക് യു ഫോർ ടുഡേ. നമുക്ക് തിരിച്ചു വരാം അടുത്തൊരു സബ്ജക്റ്റുമായി. താങ്ക് യു സർ, താങ്ക് യു.